നമസ്കാരം. നമ്മുടെ സ്വന്തം കുറ്റത്തിലേക്ക് സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊട്ടാരക്കര വെട്ടിക്കവല നാഗബ്രഹ്മക്കാവ് എന്ന് പറയുന്ന ഒരു കാവിന് മുമ്പിലാണ്. ഇവിടെ ഒരുപാട് അത്ഭുതങ്ങൾക്ക് നടന്നിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ അത് കേട്ടാണ് ഞാനിവിടെ വന്നത്. അപ്പോൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവിടെ അനുഭവങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമുക്ക് അവരോടൊക്കെ തന്നെ ചോദിച്ച് നമുക്കറിയാം. വെട്ടിക്കവല കിഴക്ക് കുറ്റിക്കോണം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു വലിയ 2-3 ബ്രാഹ്മണ ഇല്ലങ്ങളുണ്ടായിരുന്നു. ആ ഇല്ലങ്ങളുടെ വകയായിട്ടുള്ള സ്ഥലങ്ങളാണ് ഇതെല്ലാം. അപ്പോൾ ഈ സ്ഥലങ്ങൾ ഏതൊക്കെയോ ദുർവിധി പ്രകാരം നമുക്ക് സ്ഥലങ്ങളൊക്കെ നഷ്ടപ്പെട്ട് വിറ്റ് മാറി അന്യാധീനപ്പെട്ട് ഉള്ള അവസ്ഥകളിൽ ഇങ്ങനെ തുടരുമ്പോൾ ഈ സമൂഹത്തിലുള്ള ഒരുപാട് പേരുടെ ദുഃഖങ്ങളും ദുരിതങ്ങളും ക്ലേശങ്ങളും വിഷമങ്ങളും നിത്യദാരിദ്ര്യങ്ങളും മനോദുഃഖങ്ങളും ഒക്കെ നിറഞ്ഞ് ഒരവസ്ഥ വന്നപ്പോൾ ഇവിടുത്തെ ഈ ക്ഷേത്രവുമായിട്ട് ഒരു അടുപ്പം കാണിച്ച് ഇതിൻ്റെ കരക്കാരായിട്ടുള്ള കുറച്ച് പേര് ഇവിടെ വന്ന് എൻ്റെ മഠത്തിൽ വന്ന്, വെട്ടിക്കവല കോക്കളത്ത് മഠമാണ് എൻ്റെ മഠം. ആര്യങ്കാവ് കുളത്തൂപ്പുഴ ക്ഷേത്രങ്ങളിലെ തന്ത്രിയാണ്. അങ്ങനെ നിരവധി ക്ഷേത്രത്തിലെ തന്ത്രിയാണ്. അപ്പോൾ എൻ്റെ എനിക്ക് വന്ന് ഈ ദുഃഖങ്ങളൊക്കെ പറയുമ്പോൾ ഞാൻ അതിനൊരു പരിഹാരം എന്നുള്ള നിലയിൽ ഇവിടുത്തെ ഇന്ന് ക്ഷയിച്ചു പോയ, അല്ലെങ്കിൽ ഇവിടുത്തെ ആൽത്തറയിലോ അല്ലെങ്കിൽ ഇവിടുത്തെ ആചാരങ്ങളിലോ ക്ഷയം വന്നിട്ടുള്ളതായ ദേവതകളെ തിരിച്ചറിയുന്നതിന് വേണ്ടി നമുക്കൊരു ദേവപ്രശ്നം തന്നെ ഈ സ്ഥലത്ത് വെച്ച് നടക്കണം എന്നുള്ളത് പറയുകയും അവർ വളരെ സന്തോഷമായിട്ടത് ഹാർദവമായിട്ടത് സ്വീകരിച്ച് ഞാൻ നിർദ്ദേശിച്ച കലയപുരം വിഷ്ണു നമ്പൂതിരി സാറിനെ കൊണ്ട് ഇവിടെ വെച്ചൊരു ദേവപ്രശ്നം എൻ്റെയും കൂടെ സാന്നിധ്യത്തിൽ, ഇവിടുത്തെ ജനങ്ങളുടെയും കൂടെ സാന്നിധ്യത്തിൽ ഇവിടെ ഭംഗിയായിട്ട് നടന്നു. അപ്പോൾ ഇവിടെ നേരത്തെ തൊട്ടേ ക്ഷേത്രമായിരുന്നു. തന്നെയല്ല, കാവ് വളരെ പ്രധാനമായിട്ട് നാഗേക്ഷിക്ക് അതിലും പ്രാധാന്യമായിട്ടുള്ള ഒരു കാവ് തന്നെ ആയിരുന്നു ഇത്. ഇതൊക്കെ എന്തോ ദുർവിധി പ്രകാരം കുറേ പോയ കാലങ്ങളിൽ ഇതെല്ലാം അകാലമായിട്ട് നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പം അതിൻ്റെ പശ്ചാത്തലത്തിൽ ഇവിടെ അന്ന് അധിവസിച്ച് ജീവനോടുകൂടി കഴിഞ്ഞിരുന്നതായ കാവും സങ്കല്പങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മന്ത്രങ്ങളും വിഫലമായി ഇവിടെ വ്യാപിച്ച് ജനങ്ങളിലേക്ക് ഇത് എത്തി ദുഃഖത്തിന് കാരണമായപ്പോഴാണ് ഈ ഒരു അവസ്ഥ തന്നെ ഉണ്ടായത്. അപ്പോൾ അങ്ങനെ ദേവപ്രശ്നപ്രകാരം ഇവിടെ നാഗരാജാവിനും നാഗേക്ഷിക്കും വളരെ സുപ്രധാനമായ സ്ഥാനം വേണം എന്നുള്ളത് ദേവപ്രശ്നത്തിൽ വിധിക്കുകയും അങ്ങനെ തന്ത്രി എന്നുള്ള നിലയ്ക്ക് എൻ്റെ സർവ്വ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് ഇവിടെ ഒരു ബാലാലയ പ്രതിഷ്ഠ, ഇവിടെ വ്യാപിച്ചു കിടക്കുന്നതായ ആ നാഗ ചൈതന്യങ്ങളെ മൊത്തം എൻ്റെ ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും കർമ്മഫലം കൊണ്ടും ഞാൻ ആവാഹിച്ച് ഇവിടെ 2ഇടത്തും പ്രതിഷ്ഠ നടത്തി. അതിനുശേഷം ഇപ്പോൾ ഇവിടെ വളരെ ഭംഗിയായ രീതിയിൽ എല്ലാവരും പങ്കെടുത്ത് നല്ല വിശ്വാസത്തോടു കൂടി ആത്മാർത്ഥമായിട്ട് ഈ കാവിൻ്റെ ഗതി മുൻപോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇന്ന് ഈ ഒരു വിശേഷം പ്രത്യേകിച്ച് കൊണ്ടാടാനുള്ള ഒരു കാരണം, എല്ലാ മാസത്തിലും ആയില്യം ബാലാലയ പ്രതിഷ്ഠ കഴിഞ്ഞപ്പോൾ നമ്മൾ ഒരു അനുജ്ഞ വാങ്ങിയിട്ടുണ്ട്. എല്ലാ മാസവും ആയില്യത്തിന് പൂജ ചെയ്തു കൊള്ളാം. അപ്പോൾ ഏതാണ്ട് ഈ സർപ്പദീപങ്ങളായാലും വളരെ ഈ ജീവനില്ലാത്തതായ ഒരവസ്ഥയിലായിരുന്നു ഇവിടെ നേരത്തെ കണ്ടിട്ടുള്ളത്. അപ്പം അതുമാത്രമല്ല, ഇവിടെ കാണുന്നിടത്തും കേൾക്കുന്നിടത്തും ഇവർ കമ്മിറ്റിക്കാർ എൻ്റെ മഠത്തിൽ എന്നെ വന്ന് കാണാൻ വരുമ്പോൾ തന്നെ അവിടെ വന്നു കഴിഞ്ഞ് മുമ്പേ ഒരു സർപ്പം. അപ്പോൾ അങ്ങനെ അത് മനസ്സിലായി ഇവിടെ അത്യധികമായ ജീവനുള്ള സർപ്പങ്ങളുണ്ടെന്ന്. അപ്പോൾ അതിൻ്റെ ദുരിതങ്ങളൊക്കെ മാറ്റുന്നതിന് വേണ്ടി 3 ദിവസത്തെ
പരിഹാരക്രിയകളൊക്കെ ചെയ്ത് ബാലാലയത്തിൽ പ്രതിഷ്ഠിച്ചു. അതിനുശേഷം എല്ലാ മാസവും ആയില്യം ഇവിടെ ആയില്യം പൂജയായിട്ട് ഞാൻ തന്നെ വന്ന് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ദേവപ്രശ്നത്തിൽ ഒരു കാര്യം പ്രത്യേകം വിധിച്ചു. ഇവിടെ പണ്ട് നടത്തിക്കൊണ്ടിരുന്നത് തുലാമാസത്തിലെ ആയില്യത്തിനാണ് പ്രാധാന്യമെന്ന് രേഖയിലൊക്കെ രാശിയിൽ കണ്ടു. അതനുസരിച്ചാണ് ഇന്ന് ആ ആയില്യം പൂജ എന്നുള്ളൊരു പൂജയുടെ അവസ്ഥ മാറ്റി 100 പാലുമായിട്ട് തന്നെ നടത്താനുള്ള ഒരു തീരുമാനങ്ങൾ ഉണ്ടായത്. അങ്ങനെ വളരെ വിപുലമായ രീതിയിൽ എല്ലാ ചടങ്ങോടും കൂടി, വിശേഷാൽ പഞ്ചവാദ്യത്തോടു കൂടി, വായനയോടുകൂടി, പിന്നെ വിശേഷാൽ സദ്യയോടുകൂടി, വിശേഷാൽ പൂജയോടുകൂടി വളരെയധികം ഗംഭീരമായിട്ട് എല്ലാവരും കൂടി ചേർന്ന് ഇത് നടത്തിക്കൊണ്ട് വരികയാണ്. ഇന്ന് നടത്താൻ തുടങ്ങുന്നു. ഗണപതി ഹോമം കഴിഞ്ഞു. അതുമാത്രമല്ല, ഈ ക്ഷേത്രത്തിൻ്റെ അല്ലെങ്കിൽ ഈ കാവിൻ്റെ പഴയ കുടുംബക്കാരിൽ ഒരാളും ശങ്കരൻപോറ്റി എന്ന് പറഞ്ഞ ഒരാൾ ഇവിടെ സാന്നിധ്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ വേളിയും വളരെ നല്ല രീതിയിൽ ഇവിടെ സാന്നിധ്യപ്പെട്ടിട്ടുണ്ട്. അതും നമുക്ക് വളരെ സന്തോഷകരമായിട്ടാണ്. അപ്പോൾ അങ്ങനെ ഈ ഇതിനെ അനുബന്ധിച്ച് വരുന്നതായ മഠങ്ങൾ ഇവിടെ ധാരാളമുണ്ട്. അവരെല്ലാം ഇനിയും മേൽക്കുമേൽ വരുമെന്നുള്ള പ്രത്യാശയോടുകൂടി നമ്മൾ നല്ല രീതിയിൽ ഇത് മുന്നോട്ട് പോകാനുള്ള തീരുമാനങ്ങളാണ്. അനുഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു. അത് അനുഭവം അവരവർ പറയട്ടെ. ഇപ്പം എന്നെ കാണാൻ കമ്മിറ്റിക്കാർ വന്നപ്പോൾ അതിന് മുൻപേ ഒരു മുഴം മുമ്പേ വന്നതുപോലെ ഒരു സർപ്പം എൻ്റെ മടത്തിൽ വന്നിരിപ്പായി. ഞാൻ കണ്ടുകൊണ്ടിരിക്കുകയാണത്. പക്ഷേ കുറേ കഴിഞ്ഞ് കമ്മിറ്റിക്കാരൊക്കെ പോയി കുറേ കഴിഞ്ഞപ്പോൾ ആ ഭാഗത്ത് പിന്നെ ആളിനെ കണ്ടിട്ടില്ല. അപ്പോൾ എനിക്കും അത് അനുഭവമുണ്ട്. അത് മാത്രമല്ല, ഇവിടെ 100 അനുഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ദിവസവും. അപ്പോൾ അത് ശുദ്ധമായിട്ടും വൃത്തിയായിട്ടും ഭംഗിയായിട്ടും ആചാരത്തോടു കൂടി ഭാവിയിൽ ഇത് കൊണ്ടുവരാനും വെട്ടിക്കോട്ട് മണ്ണാറശാല മുതലായ മഹാപ്രസ്ഥാനങ്ങളിൽ പോലെ പേരെടുത്ത് വരാനും സാധ്യത ഏറെ ഉണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം. പട്ടാഴി എടമനക്കാവിൽ ഇതുപോലായിരുന്നു. ഒരു 96-ലാണ് അവിടുത്തെ സർപ്പപ്രതിഷ്ഠകളും അർദ്ധനാരീശ്വര പ്രതിഷ്ഠകളും നടത്തുന്നത്. അവിടെ ഇപ്പം ദിവ്യമായിട്ടുള്ള കാര്യങ്ങൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. പ്രദോഷവ്രതം തന്നെ ഒരുപാട് പേരുടെ അനുഭവങ്ങൾ, ഒരുപാട് കാര്യം സാധിക്കാൻ വേണ്ടി എല്ലാവരും പ്രദോഷവ്രതം 100 രൂപയുടെ ചിലവേ ഉള്ളൂ അവിടെ. അത് അവിടെ തന്ത്രി ഞാനാണ്. അപ്പം ആ പ്രദോഷവ്രതം 1 or 2 ആകുമ്പോഴത്തേക്ക് മാസത്തിൽ 1 വീതമുണ്ട്. അപ്പോൾ അത് 2ഉം 3ഉം ഒക്കെ ആകുമ്പോഴത്തേക്ക് അവരുടെ കാര്യങ്ങളൊക്കെ സാധിക്കുന്നു. ഗവൺമെൻറ് സർവീസിൽ ജോലി കിട്ടുന്നു, പിന്നെ വിവാഹം നടക്കുന്നു, കുട്ടികളില്ലാത്തവർക്ക് കുട്ടി ഉണ്ടാകുന്നു, വ്യവസായം മുടങ്ങിയവർക്ക് വ്യവസായം ഉണ്ടാകുന്നു. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ എന്നെ ദിവസവും വിളിച്ചറിയിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ പ്രത്യക്ഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകം ചാനലുണ്ടവർക്ക്. അപ്പോൾ എന്ന് പറഞ്ഞതുപോലെ ഇവിടെ എല്ലാ ഗുണങ്ങളും നാട്ടുകാർക്ക് ഈ ഒരു നാഗക്കാവ് കൊണ്ട്, നാഗബ്രഹ്മക്കാവ് കൊണ്ട് ഉണ്ടാവുമെന്നുള്ളതിന് പ്രധാനമായിട്ട് എടുത്തു പറയേണ്ട ഒന്നാണ്. യാതൊരു സംശയവുമില്ല. പിന്നെ എല്ലാവരെയും ഞാൻ ഉത്സാഹിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരും പുറമോട്ട് പോകരുത്. അവർ മുമ്പോട്ട് വന്നവരും ഇനി പുറമോട്ട് പോകരുത്. കാര്യം പുറമോട്ട് പോയാൽ അതിൻ്റെ ഫലം വേറൊന്നാണ്. അപ്പോൾ അതൊന്നും ഉണ്ടാവാതെ സന്തോഷമായിട്ട് എല്ലാവരും മുന്നോട്ട് വന്നാൽ ഈ ഏരിയയിലുള്ള എല്ലാവർക്കും ഇതൊരു ഐശ്വര്യപ്രദമായ ക്ഷേത്രമായി മാറും, അനുഗ്രഹമായിട്ട് മാറും. എല്ലാവർക്കും സുഖസൗകര്യങ്ങൾ ഉണ്ടാവും, ഐശ്വര്യം ഉണ്ടാവും, ഭാഗ്യം ഉണ്ടാവും എന്ന് ഞാൻ അവരോടിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അതങ്ങനെ പ്രവർത്തിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും. ചാനലിന് നമസ്കാരം. പണ്ട് മുതലേ ഞങ്ങൾ ഉച്ചത്തി പറഞ്ഞ കാവ, ഞങ്ങൾക്ക് അതിനകത്ത് വിശ്വാസമുണ്ട്. അന്ന് ഞങ്ങൾ ഇതിനകത്ത് കാവും കരയും അന്ന് നാഗരാജാവും ഉള്ള സ്ഥലങ്ങളായിരുന്നു. അതിനകത്താണ് ഞങ്ങൾ ഉച്ചത്തി മറിഞ്ഞ് കളിച്ച് ഇപ്പം കുറേ നാളുകൊണ്ട് അത് മുടങ്ങിക്കിടന്ന് വീണ്ടും ഞങ്ങളെ കാണിപ്പിച്ച് ഇപ്പം ഞങ്ങൾക്ക് അതിലായ വലിയ ശക്തിയുണ്ട്. അമ്മയ്ക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാനും അമ്മ ഞങ്ങളെ അനുകരിക്കാനും ഞങ്ങളെ തൊട്ടെടുത്ത് അത്ര പറയാൻ ഞങ്ങൾക്ക് വിശ്വാസം. അതിൻ്റെ ദേവപ്രശ്നം ഏപ്രിൽ മാസം 28-ാം തീയതി തുടങ്ങുന്നു. അന്ന് ദേവപ്രശ്ന പരിഹാരക്രിയയായിട്ട് ഈ വെട്ടിക്കവലയിലെ കണ്ണങ്കോട് സുബ്രഹ്മണ്യ ക്ഷേത്രം, പുളിമൂട്ടിക്കാവ് മേലില ക്ഷേത്രം, കൊട്ടാരക്കര ഗണപതി അമ്പലം, ഇവിടുത്തെ രത്നേശ്വരി എന്ന് പറഞ്ഞ ഒരു ദേവി, ഇവർക്കെല്ലാം ഒഴിവ് വെച്ചിട്ട് ആണ് ഇവിടുത്തെ ദേവപ്രശ്ന പരിഹാരക്രിയ നടത്തി കഴിഞ്ഞിട്ട് കോക്കളത്ത് മഠത്തിൽ തന്ത്രി കൃഷ്ണര് കണ്ഠരര് അവരുടെ കാർമ്മികത്വത്തിൽ കലയപുരം തിരുമേനിയുടെ ഇതിലാണ് ഇത് നടന്നത്. ജൂലൈ മാസം 10, 11, 12, 13 എന്നീ തീയതികളിൽ ഇവിടെ പുനഃപ്രതിഷ്ഠ നടത്തി നാളിതുവരെ അന്ന് തൊട്ടുള്ള മാസത്തിലുള്ള ആയില്യത്തിൽ ഇവിടെ
ആയില്യ പൂജ ഈ കഴിഞ്ഞ മാസം തൊട്ടാണ് തുടങ്ങിയത്. കന്നിമാസം തൊട്ടാണ് ആയില്യ പൂജയായിട്ട് തുടങ്ങിയത്. തുലാമിലാടി ഇപ്പോൾ ഇവിടുത്തെ ഉത്സവമാണ്. ഇവിടുത്തെ ഉത്സവം മണ്ണാറശാലയിലെ ഉത്സവമാണ്. എന്നാൽ ഇവിടെ ഇത് നടത്തുന്നതിന് മുമ്പിട്ട് ഒരുപാട് സർപ്പദോഷങ്ങളുണ്ടായിരുന്നു. ഈ സർപ്പദോഷങ്ങളെല്ലാം മണ്ണാറശാലയിൽ കൊണ്ടുപോയി ഒഴിപ്പിച്ച് ബാക്കി കുറേ മരണങ്ങൾ നടന്ന സ്ഥലമാണ്. അതിനെയെല്ലാം തിരുവല്ലത്ത് കൊണ്ടുപോയി ഒഴിപ്പിച്ച് സ്വർണ്ണത്തിൽ ആവാഹിച്ച് ഒഴിപ്പിച്ച് ഇത് അന്ന് തൊട്ട് ഇവിടെ ഭയങ്കര ശക്തിയാണ്. ഭയങ്കര ശക്തി എന്ന് പറഞ്ഞാൽ ഏത് കാര്യം സാധിക്കണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ഒരു നെയ്വിളക്ക് കത്തിച്ചു കഴിഞ്ഞാൽ അത് സത്യമായുണ്ടാകും. ഈ ഇപ്പം ആദ്യം ഒരു വിളക്കാണ് ഇവിടെ ഒരാൾ നേർച്ച. അവർക്കൊരു കൊച്ച് നടക്കാതെ ഒരു കൊച്ചുണ്ടായിരുന്നു. ആ കൊച്ച് ഇവിടുന്ന് നടന്നു കയറി. അവരാണ് ആദ്യത്തെ അന്നദാനത്തിന് അരി തന്നതും വിളക്ക്, വഞ്ചി, പിന്നെ തൂക്കുവിളക്കുകൾ. അടുത്ത മാസം അവരുടെ ഫുൾ ചെലവിലുള്ള വായനയും അന്നദാനം അവരുടെ. അത് കഴിഞ്ഞ് ഇവിടെ ഓരോരുത്തരും ഒരു ടാർപ്പയായാലും പിന്നെ ഈ അണ്ടാവ്, പാത്രങ്ങൾ, തൊട്ടികൾ. ഇപ്പോൾ അടുത്തൊരു കൊച്ച് ജോലി കിട്ടി. അവരുടെ വീട്ടിൽ നിന്ന് ഒരു 5 തൊട്ടിയും 5 തവിയും അതിന് വേണ്ടത്. അത് കഴിഞ്ഞിട്ട് ഇവിടെയുള്ള ഈ 2, 3, 5 പേരാണ് ഇതിൻ്റെ ഏറ്റവും വലിയ കാർമ്മികത്വത്തിൽ നിന്നത് ആദ്യമായിട്ട്. അതിനകത്ത് ഈ 5 പേരുടെ ഒരു പരിശ്രമം കൊണ്ടിപ്പോൾ ഒരുപാട് കൂട്ടായ്മ ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പം നല്ല രീതിയിൽ ഈ നടന്ന ഈ കാവിന് ഭയങ്കര ശക്തിയും ഇതുകൊണ്ട്. പിന്നെ ഇതിന് വസ്തു തന്നത് കിഷോർ മുതലാളി എന്ന് പറയുന്ന കോൺട്രാക്ട് മുതലാളിയാണ്. നമുക്കിവിടെ 1 സെൻറ്റ് പുരയിടം പോലും ഇല്ലായിരുന്നു. അങ്ങേരുടെ ഒരു അനുഗ്രഹം കൊണ്ടും ഇത് ഇത്രയൊക്കെ നടത്തിപ്പാൻ പറ്റി. ഇന്ന് ഈ കാണുന്നതിൽ 50% ഈ കാവിൻ്റെ സ്വന്തമാണ്. ഈ ടാർപ്പയായാലും ബാക്കിയുള്ളതായാലും എല്ലാ രീതിയിലും ഇവിടെ ആൾക്കാർ ഇഷ്ടം. അന്നദാനം മൊത്തം ചെയ്യുന്നത് ഓരോരുത്തരുടെ സ്പോൺസറാണ്. അത് കാർഷിക വിഭവങ്ങളായാലും അല്ലെങ്കിൽ മേലിലും ഇത് ഉണ്ടാവണമെന്ന് ഈശ്വരനാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ഈ കുറ്റിക്കോണം നാഗബ്രഹ്മക്കാവിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത്. ഈ കാവിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒരുപാട് അനുഭവങ്ങൾ പറയാനുണ്ട്. എൻ്റെ വളരെ ചെറിയ പ്രായത്തിൽ ഞാൻ കുട്ടിയായിട്ടിരിക്കുമ്പോൾ എനിക്ക് ഓരോ അസുഖങ്ങൾ വന്ന് ഞാൻ കരയൊക്കെ ചെയ്യുമ്പോഴത്തേന് എൻ്റെ അച്ഛൻ എന്നെ എടുത്ത് ഇവിടെ കൊണ്ടുവന്ന് വിളക്ക് കൊളുത്തി എൻ്റെ കരച്ചിൽ ഇവിടെ നിന്ന് മാറ്റിയതിന് ശേഷമാണ് എന്നെ എൻ്റെ അനിയത്തി എൻ്റെ അച്ഛൻ ഇവിടെ നിന്ന് കൊണ്ടുപോകാറുള്ളത്. ആ അനുഭവം എന്ന് പറഞ്ഞാൽ ഇപ്പോഴും എനിക്ക് അതൊന്നും ഓർക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഞങ്ങളുടെ കുടുംബപരമായി എന്ത് ദുരനുഭവം ഉണ്ടായാലും ഞങ്ങൾ ആദ്യമായിട്ട് പറയുന്ന കുറ്റിക്കോണത്ത് ഞങ്ങൾ വിളക്ക് കൊളുത്തിക്കൊള്ളാം എന്നുള്ള ഒരു അനുഭവം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ കുടുംബത്തിലെ ആ ദോഷങ്ങൾ മാറിയെന്നൊരു ചിന്തയാണ് ഞങ്ങൾക്കുള്ളത്. ഇപ്പോൾ ഈ കാവ് ഇത്രയും ഭംഗിയായി ഇത് ഇങ്ങനെ നടത്താൻ പറ്റിയതിലും ഇത്രയും മനോഹരമായി ഇവിടെ ഓരോ ആചാരങ്ങൾ നടത്താൻ പറ്റുന്നതിലും ഞങ്ങൾ അഭിമാനം കൊള്ളുകയാണ്. അങ്ങേയറ്റം അഭിമാനം കൊള്ളുന്നു. കാര്യം ഇവിടെ വന്നിരിക്കുമ്പോൾ എൻ്റെ അനുഭവങ്ങളിലൂടെ ഞാൻ കടന്നു പോകും. എനിക്കിപ്പോൾ ഏകദേശം 50 വയസ്സോളമായി. എൻ്റെ ഒരു 5 വയസ്സിലെ 2 വയസ്സിലെ അല്ലെ 6 വയസ്സിലെയൊക്കെ കാര്യമാണ് ഞാൻ പറയുന്നത്. തുടർച്ചയായിട്ട് എൻ്റെ കുട്ടികൾക്കും, എനിക്ക് 2 മക്കളാണുള്ളത്, അവർക്ക് എന്തൊരു വിഷമം വന്നാലും എൻ്റെ മനസ്സിൽ ഓടി ആദ്യം വരുന്നത് ഞാൻ കുറ്റിക്കോണത്തിന് വിളക്ക് കൊളുത്തിയേക്കാം, എൻ്റെ കുഞ്ഞുങ്ങളുടെ പനി മാറണം, അല്ലെങ്കിൽ എൻ്റെ കുഞ്ഞുങ്ങളുടെ കരച്ചിൽ മാറണം, അങ്ങനെയുള്ള ചിന്തയാണ് ആദ്യം എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. നമസ്കാരം. കുറ്റിക്കോണം നാഗബ്രഹ്മക്കാവിൻ്റെ ആദ്യത്തെ ഒരു അനുഭവം പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റിലെ ഞാനിവിടെ വരുന്ന സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗ്രൗണ്ടിൽ ഇതുപോലെ ക്രിക്കറ്റ് കളിയും മറ്റ് കാര്യങ്ങളൊക്കെ ആയിരുന്നു. പിള്ളേർ ഒരുപാട് പേര് ദിവസവും ഈ കാവിൽ വന്നിറങ്ങി പോകുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മുടെ തൊട്ടടുത്തൊരു കാവുണ്ടായിരുന്നു, താഴെ കാവെന്നാണ് അറിയപ്പെടുന്നത്. അവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മകരമാസത്തിലും അവിടെ കഞ്ഞിസദ്യ നടത്തുകയും അവിടെ ആൾക്കാർ ഒടിയൊക്കെ. ആ കൂട്ടത്തിൽ ഞാൻ ചെന്ന് കൂടി ഒരു ചെറിയ സഹായം എൻ്റെ ഭാഗത്തുനിന്ന് കൊടുത്തു, അരിയൊക്കെ എടുത്തു കൊടുത്തു. അത് കഴിഞ്ഞപ്പോൾ ആ വസ്തുവിൻ്റെ ഉടമസ്ഥനായ അണ്ണൻ മരിച്ചുപോയി. അപ്പോൾ ആ പ്രാവശ്യം അവിടെ കഞ്ഞിസദ്യ ഒന്നും നടക്കാതെ വന്നപ്പോൾ ഇതിന് മനസ്സീയമായിട്ട് ഇങ്ങനെ നടന്ന് ഈ കാവിൻ്റെ മുറ്റത്ത് വരികയും ഇരുന്ന് ആലോചിച്ച് ഭഗവാനെ മനസ്സിൽ വിചാരിച്ച് അന്ന് എൻ്റെ സുഹൃത്തുക്കളും എന്നോട് അത്രത്തോനെയും അവരോട് കടപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ 4 പേര് വന്ന് കൂടിയപ്പോൾ ആ ജ്യേഷ്ഠന്മാരുടെ സഹായത്തോടെ ഞങ്ങൾ പറഞ്ഞു നമുക്ക് ഇവിടെ വിളക്ക് നടത്താം. അപ്പോൾ പറഞ്ഞത് പറ്റത്തില്ല, ഇവിടെ ഒരുപാട് അനുഭവങ്ങളൊക്കെ നടന്ന കാവ, അതിൻ്റെ പേരിൽ ആ പ്രശ്നങ്ങളൊന്നും നടത്താൻ പറ്റത്തില്ല. അപ്പോൾ തിരുമേനിയെ കാണണം. ഞങ്ങളങ്ങനെ പോയി കോക്കളത്ത് വലിയ മഠത്തിൽ പോയി തിരുമേനിയെ കണ്ടു. അങ്ങയുടെ അനുവാദം വാങ്ങിച്ചു. പുള്ളി പറഞ്ഞു പിന്നെ നമുക്കിവിടെ ദേവപ്രശ്നം നടത്തിയെങ്കിലേ ഇതിനെപ്പറ്റി മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ ഇറങ്ങി തിരിച്ചു. നാട്ടിലിറങ്ങി ഓരോ മനുഷ്യരെയും കണ്ടു. പച്ചവെള്ളം കുടിച്ചുകൊണ്ട് മലകളെല്ലാം കയറി ഇറങ്ങി ഓരോ വ്യക്തിയുടെ കയ്യിൽ നിന്നും ഓരോ രൂപ സ്വരൂപിച്ച് ഇവിടെ കൊണ്ടുവന്ന് നല്ല രീതിയിൽ ആ ഭാഗത്ത് ഏറ്റവും നല്ല
പരമായിട്ട് ആ പ്രാവശ്യത്തെ പരിപാടി ഞങ്ങൾക്ക് നടത്താൻ കഴിഞ്ഞു. അതിന് ശേഷം ഇഷ്ടം പോലെ ജനങ്ങളും ആവശ്യം പോലെ നമ്മുടെ കാവിന് വേണ്ടി കൊടുക്കാനും വാങ്ങിക്കാനും എടുക്കാനും എല്ലാവർക്കും നല്ല നല്ല അനുഭവങ്ങൾ ഉണ്ടാവാനും എല്ലാം ഞാൻ എൻ്റെ സുഹൃത്തുക്കളും എൻ്റെ നാട്ടുകാരും എൻ്റെ പ്രിയപ്പെട്ടവരും കാരണം ഉണ്ടായി. ഞാൻ അങ്ങേറ്റം ഭഗവാന്റെ കാൽ കീഴ് നമസ്കരിക്കും. ഞങ്ങൾ ഇവിടെ ആദ്യം ഒരു കാവ് ആരും ഇതിനകത്ത് കയറാൻ പേടിയായിരുന്നു. ഒരു മനുഷ്യനും ഇതിനകത്ത് കയറത്തില്ല, പേടി. ഇവിടെ നാട്ടിലെ എല്ലാവർക്കും പേടിയായിരുന്നു, ഇതിനകത്ത് ഇരിക്കുന്ന എന്തോ എന്ന് അറിയത്തില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ പണ്ട് മുതൽ തന്നെ എൻ്റെ ഒരു ഓർമ്മ, എൻ്റെ കൊച്ചുനാൾ മുതലേ, എൻ്റെ ഓർമ്മയായപ്പോൾ മുതലേ ഇവിടെ ഭാരതക്കളി ഉണ്ടായിരുന്നു. ഞങ്ങൾ അങ്ങനെ ഭാരതക്കളിക്ക് ഞങ്ങളിവിടെ 2-3 ഒരുപാട് ഭാരതക്കളി കളിച്ച് അങ്ങനെ ഒക്കെ പോയതാണ്. പിന്നെ ഇടയ്ക്കൊണ്ട് പിന്നെ ഇതിനകത്ത് ആരും കയറാതിരുന്നപ്പോൾ എല്ലാവർക്കും ഒരു പേടി പോലെയായിരുന്നു. ഇവിടെ എന്തോ പറഞ്ഞാലും നമ്മൾ എന്തോ പിന്നെ പറഞ്ഞാലും അത് ഫലിക്കുകയും ചെയ്യും, അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ പിന്നെ 4 പേരും കൂടെ കൂടി ഇങ്ങനെ ആലോചിച്ച് ഞങ്ങളൊരു ഭാരതക്കളി കളിച്ചാൽ എന്താണെന്ന് ഞങ്ങളൊരു ആഗ്രഹം വന്നു. അങ്ങനെ ഞങ്ങൾ തീരുമാനിച്ച് ഞങ്ങൾ 4 പേരും കൂടെ കൂടി ഒരു ദേവപ്രശ്നം ചെയ്തിട്ട് എന്തോ ഇതിനകത്തുള്ളതാണെന്ന് അറിയാൻ വേണ്ടി ഞങ്ങളൊരു ദേവപ്രശ്നം ചെയ്യാൻ നോക്കി. അങ്ങനെ ദേവപ്രശ്നം ചെയ്യാൻ ഞങ്ങൾ 2-3 അടുത്ത് പോയി പ്രശ്നം വയ്ക്കാനാണ് പോയത്. പ്രശ്നം വയ്ക്കാൻ പോയി. അങ്ങനെ ഞങ്ങൾ 2-3 അടുത്ത് പോയപ്പോഴത്തേക്ക് അവരെല്ലാവരും പറഞ്ഞേക്കുന്നത് ഇവിടെ ഒരു അപ്പൂപ്പൻ, അതിൻ്റെ ഇടതും വലതും 2 നാഗം ഒറ്റക്കാല് പിന്നെ വാല് തറയെ കുത്തി നിൽക്കുമെന്നാണ് ഞങ്ങൾ അറിഞ്ഞത്. അതുപ്രകാരം ഞങ്ങൾ 4 പേരും കൂടി ഇവിടെ ഒരു ദേവപ്രശ്നം വെച്ചാൽ എന്താണെന്ന് ഞങ്ങൾ 4 പേരും കൂടെ ആലോചിച്ച് നാട്ടിലെ എല്ലാ ആൾക്കാരും കൂടി അതിന് പ്രവർത്തിച്ച് എല്ലാവർക്കുള്ള സംഭാവന ഇതെല്ലാം കൂടെ വെച്ച് ഞങ്ങൾ ഇവിടെ ഒരു ദേവപ്രശ്നം ചെയ്തു. ദേവപ്രശ്നം ചെയ്തപ്പോൾ ആ ദേവപ്രശ്ന പ്രകാരം ഇവിടെ നാഗദൈവം ആണ് എന്ന് മനസ്സിലായി. അങ്ങനെ അതിനു വേണ്ടി പിന്നെ ഇത് ജനങ്ങളെല്ലാവരും കൂടെ കൂടി ഇത് ഒരു പിന്നെ ഈ ആയില്യ പൂജയുടെ രീതി പോയത്. ഞാൻ ഈ കുഞ്ഞിന് വേണ്ടി ഇവിടെ നേർച്ച പറഞ്ഞ് എൻ്റെ കുഞ്ഞ് ഒറ്റ കിടപ്പ് കിടന്ന കുഞ്ഞാണ്. എൻ്റെ കുഞ്ഞ് ഒറ്റ കിടപ്പ് കിടന്ന കുഞ്ഞാണ്. ആ കുഞ്ഞിന്ന് ഒരടി മുന്നോട്ട് പിച്ച വെച്ച് ഞങ്ങൾ ചെയ്യേണ്ട നേർച്ചകൾ ചെയ്ത് ഞങ്ങൾ വിളിച്ച വിളിപ്പുറത്ത് ഭഗവാൻ ഞങ്ങളെ കാത്ത് ഞങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് രക്ഷ തന്ന് ഞങ്ങൾ ഇനിയും ഞങ്ങളത് മുന്നോട്ട് ജനങ്ങൾ അന്ന് മുതൽ ഇന്ന് വരെയും ജനങ്ങൾ ഒരടി മുന്നോട്ട് ഉയരങ്ങളിലാണ് എത്തിയേക്കുന്നത്. അതിൻ്റെ വിശ്വാസം ഈ കാവിന് ഉണ്ട്. അല്ലാതെ നമ്മൾ അങ്ങനെ കുഞ്ഞ് പിച്ച വെച്ച് ഒറ്റ കിടപ്പ് കിടന്നതാണ്. നമ്മൾ പിടിച്ചെഴീച്ചെങ്കിലേ എണീക്കത്തുള്ളൂ. ഇത് ഒറ്റ കിടപ്പ് കിടന്ന കുഞ്ഞ് ഒറ്റ ചുവട് ഇങ്ങനെ ആരും ആശ്രയമില്ലാതെ കുഞ്ഞിനാണ്. അവിടെ മുതൽ ഇന്ന് വരെ ഈ കാവ് നല്ല ഇതിലായിട്ട് എൻ്റെ കുഞ്ഞിൻ്റെ നേർച്ചകൾ ഞങ്ങൾ ഇവിടെ നേർന്നു. ഇനി അടുത്ത ആയില്യത്തിൻ്റെ വായനയും കഞ്ഞി സദ്യയൊക്കെ ഈ കുഞ്ഞിന് വേണ്ടിയാണ് ഇവിടെ സമർപ്പിച്ചേക്കുന്നത്. അടുത്ത നല്ലൊരു വിശ്വാസം ഇന്നും ഇതിൽ ഞങ്ങൾക്കുണ്ട്. എല്ലാ രീതിയിലും വിശ്വാസമുണ്ട്. വന്നത് അതിൽ നിന്നാ എൻ്റെ കുഞ്ഞ് ഇത്രയും ഒരു ഇതാണ്. ഞങ്ങളുടെ സങ്കടം ഇവിടെ പറഞ്ഞ് അത് ചെയ്ത് കഴിഞ്ഞ ഒറ്റക്കിടപ്പ് കിടന്ന കുഞ്ഞ് അത് ചെയ്ത് എൻ്റെ വീട്ടിൽ വന്നപ്പോഴേ ഈ കുഞ്ഞ് എഴീച്ച് ഇരുന്നിടത്തുനിന്ന് എഴീച്ച് പിടിച്ചെങ്കിലും വെക്കും അണ്ട ഇതാ അങ്ങനെ അങ്ങ് പോവും. കുറ്റിക്കോണം നാഗബ്രഹ്മ കാവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അനുഭവ സാക്ഷ്യങ്ങളുടെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ കാവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുകയുണ്ടായി. ഞാൻ തന്നെ ഇപ്പം ഇതിൻ്റെ ചുമതലയിലോട്ട് വന്ന് ഞാൻ ശരിക്കും പറഞ്ഞാൽ വെട്ടിക്കോലിട്ട് പോകുന്ന വഴിയിൽ എന്നെ ഒരു നിയോഗം പോലെ
ഇതിന്റെ ഇവിടുത്തെ ജനങ്ങളെല്ലാം കൂടെ ചേർന്ന്, ഈ നാട്ടിലെ ഗ്രാമവാസികളെല്ലാം കൂടെ ചേർന്ന് ഈ ചുമതല ചെയ്യണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ വിളിച്ച് ഇതിന്റെ പ്രസിഡന്റായിട്ട് നിർത്തുകയും തുടർന്ന് അങ്ങോട്ട് ഈ കാവിൽ വലിയ പൂജകളോ കാര്യങ്ങളോ ഒന്നുമില്ലായിരുന്നു. ഒരുപാട് ബ്രാഹ്മണരുടേതായ വസ്തുവായിരുന്നു. അപ്പോൾ അതിന് ഒരുപാട് ശാപങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ഭൂമിയാണ്. അപ്പോൾ ഒരുപാട് പൈസകൾ ചെലവാക്കി നല്ലൊരു പൂജകൾ തന്നെ ചെയ്യേണ്ട ഒരു അവസ്ഥ വന്നു. അപ്പോൾ ജനങ്ങളെല്ലാം ഇത്രയും പൈസ എങ്ങനെ ഉണ്ടാവും? പക്ഷേ അന്ന് കൃഷ്ണൻ പോറ്റി നമ്മുടെ കൂടെ ഒരു കാര്യം പറഞ്ഞിരുന്നു. ഇതിനേക്കുള്ള ഫണ്ടുകൾ, അതായത് ഇതിനേക്ക് വേണ്ടുന്ന സാമ്പത്തികമായ എല്ലാ പൈസകളും ഈ കാവ് തന്നെ തരുമെന്ന് പറഞ്ഞു. അപ്പോൾ ആ ചുമതലയിരുന്നപ്പോൾ ആദ്യം ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. അങ്ങനെ ആ ചുമതലയിട്ട് വന്നിട്ട് നമുക്ക് ഈ വരുന്ന പൈസകൾ, അതായത് നമ്മൾ എന്ത് മനസ്സിൽ കരുതുന്നു അത്രയും സാമ്പത്തികം, അതിനേക്കാളും സാമ്പത്തികം ഈ കാവിലേക്ക് വരുന്നൊരു അവസ്ഥയുണ്ടായി. അപ്പോൾ വിശ്വാസത്തിന്റെ ഭാഗമായിട്ട് ആദ്യമായിട്ട് വന്ന് ഒരു കുട്ടി, അദ്ദേഹം നടക്കാത്ത ഒരു കുഞ്ഞ് ഇവിടെ വന്നിട്ട് അവർ നേർച്ച പറഞ്ഞു, എൻ്റെ കുഞ്ഞ് നടക്കുന്നില്ല, അപ്പോൾ അത് വളരെയധികം ബുദ്ധിമുട്ടേറിയ ഒരു അനുഭവമാണെന്നും പറഞ്ഞ് ഇവിടെ വന്ന് കരയുകയുണ്ടായി. അപ്പോൾ ആ അനുഭവം ഞാൻ കേട്ടതാണ്. അപ്പോൾ അദ്ദേഹം പറഞ്ഞതിന് ശേഷം കുറച്ച് നാളിന് ശേഷം അവർ വന്ന് അന്നദാനം, അവരുടെ ഭാഗമായിട്ട് ഒരു അരിയും എടുത്തു കൊടുത്ത് അന്നദാനം നടത്താനുള്ള ഒരു ശ്രമം ഇവിടെ നടക്കുകയുണ്ടായി. അപ്പോൾ അതിന് ഞാൻ ചോദിച്ചു എന്താണ് കാര്യം എന്താണെന്ന് അന്വേഷിച്ചപ്പോൾ കുട്ടി നടന്നു തുടങ്ങി എന്നാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞത്. അത് വലിയൊരു സംഭവമായി. കാരണം വർഷങ്ങളായിട്ട് ആ കുഞ്ഞ് കിടക്കുകയാണ്. ആ കുഞ്ഞ് നടന്നു തുടങ്ങുന്നു എന്ന് പറയുന്ന വലിയൊരു നേർക്കാഴ്ചയാണ്. അവരിപ്പം എല്ലാ ആയില്യത്തിനും അവരിവിടെ വന്ന് അവരുടെ അന്നദാനവും മറ്റു പൂജകളിലും പങ്കെടുക്കുന്നുണ്ട്. അവർ കുടുംബസമേതമാണ് ഇവിടെ എത്തിച്ചേരുന്നത്. അത് ഒരു അനുഭവ സാക്ഷ്യം. അതുപോലെ തന്നെ 2-3 അനുഭവങ്ങൾ അല്ലാതെ തന്നെ ഉണ്ടായിട്ടുണ്ട്. കുഞ്ഞുങ്ങളില്ലാതിരുന്ന ഒരു ദമ്പതികൾ, അത് അവർ വന്ന് ഇവിടെ പ്രാർത്ഥിക്കുകയും അവർക്ക് കുഞ്ഞുങ്ങളുണ്ടായി എന്ന് അറിയിക്കുകയും ചെയ്ത ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പല രീതിയിൽ വേറെ പല അനുഭവ സാക്ഷ്യങ്ങൾ വേറെ ഉണ്ടായിട്ടുണ്ട്. അത് പലതും നമുക്ക് പുറത്തോട്ട് പറയാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പറയരുതെന്ന് പറഞ്ഞത് കൊണ്ട് അവർ പല നേർച്ചകളും ചെയ്തു തന്നിട്ടുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള അനുഭവ സാക്ഷ്യങ്ങളുടെ ഒരു നേർക്കാഴ്ചയാണ്. ഇവിടെ വിളക്കാണ് ഇവിടെ പ്രധാനമായിട്ട് നേർച്ച. ഈ വിളക്ക് നേർച്ച എന്ന് പറയുന്നത് നമ്മൾ മനസ്സിൽ എന്ത് നടക്കത്തില്ല എന്ന് കരുതുന്നുവോ ആ വിളക്ക് നമ്മൾ നേർന്നു കഴിഞ്ഞിട്ട് വളരെ കുറച്ച് കാലതാമസം മാത്രം മതി, ചിലപ്പോൾ 1 മാസം അതിനകത്ത് ആ കാര്യം നടന്നിരിക്കും എന്നുള്ളതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ സവിശേഷത. കാരണം എൻ്റെ തന്നെ അനുഭവം എടുത്തു കഴിഞ്ഞാൽ അങ്ങനെ നമ്മൾ അമ്പലവുമായി ബന്ധപ്പെടുന്നുണ്ട്, നമ്മൾ പ്രാർത്ഥിക്കുന്നുണ്ട്. പക്ഷെ നമ്മൾ ഇതുപോലെ തന്നെ ഒരു വിളക്ക് ഞാൻ നേർന്നു. ആ വിളക്ക് നേർച്ചയുടെ ഭാഗമായിട്ട് എൻ്റെയും ആ ഉദ്ദിഷ്ട കാര്യം നടക്കുകയുണ്ടായി. അപ്പോൾ അത്തരത്തിൽ ഇവിടെ ഭക്തജനങ്ങൾ ഇപ്പം ഇത്തവണത്തെ ഈ ആയില്യ പൂജയ്ക്ക് വളരെ പ്രാധാന്യമുള്ള മഹോത്സവമാണ്. അപ്പോൾ ഈ ആയില്യ പൂജയ്ക്ക് ഏതാണ്ട് ഒരു 10ഓളം വിശ്വാസികൾ അവരുടെ നേർച്ചകളുടെ ഫലപ്രാപ്തി നടന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ ഓരോ കാര്യങ്ങൾ ഇവിടെ കൊണ്ടുവന്ന് തരികയുണ്ടായി. അത് തന്നെ ഏറ്റവും വലിയൊരു സന്തോഷമുള്ളാക്കുന്ന കാര്യമാണ്. കാരണം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നടക്കുന്ന അത് കുറച്ച് നാൾ കൊണ്ടാണ് ഇത്രയും അധികം പബ്ലിസിറ്റിയും കാര്യങ്ങളും ഈ കാവിന് വന്നത്. കാരണം അവർ പ്രാർത്ഥിക്കുന്നു, അവർ വിളക്ക് നേരുന്നു, ആ വിളക്ക് കൊണ്ട് കൊടുക്കുന്നു. കാരണം അന്വേഷിക്കുമ്പോൾ അവരുടെ പ്രാർത്ഥനകൾ സഫലമായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ആ കുഞ്ഞ് നടന്നത് ഏറ്റവും വലിയൊരു തെളിവ് തന്നെയാണ്. ഈ കുഞ്ഞുണ്ടായി എന്ന് പറയുന്നതും ഏറ്റവും വലിയൊരു തെളിവാണ്. അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. അതുകൂടാതെ ഭക്തജനങ്ങൾ ഓരോ ദിവസം കഴിയുന്നതോറും ആയില്യ പൂജയുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ്. അതോടൊപ്പം ഇപ്പം പൂജാ വിധികൾ പ്രകാരമുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിന് വലിയൊരു സംഖ്യ വേണ്ടി വന്നു. അതും എല്ലാം വളരെ നിസ്സാരമായ രീതിയിൽ നമുക്ക് സമാഹരിക്കാൻ കഴിഞ്ഞു. ഇതെല്ലാം കാവിൻ്റെ ഒരു ഐശ്വര്യമാണ്. അതോടൊപ്പം പല ആൾക്കാർക്കും ഇവിടെ ഭയങ്കര ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. ഈ കാവിൻ്റെ ദോഷങ്ങളായിട്ട് കാരണം കരുനാഗമായിരുന്നു. അതിനെ പൂജകൾ ചെയ്ത് വേണം അതിനെ വെളുപ്പിക്കണമെന്ന് പറഞ്ഞു. അപ്പോൾ അത്രമാത്രം സാമ്പത്തികവും കാര്യങ്ങളും ചെയ്ത് ഈ കരുനാഗത്തെ നമ്മൾ വെളുപ്പിച്ചെടുക്കേണ്ടത് അത്രയും പൂജകളിലൂടെ വേണം അത് ചെയ്യാൻ. അപ്പം ആ കൃഷ്ണൻ പോറ്റി പറഞ്ഞ് അതനുസരിച്ച് നമ്മൾ കാര്യങ്ങൾ നീക്കുകയുണ്ടായി. ഇതിന്റെ തുടക്കകാലങ്ങളിൽ ഇതിനോടൊപ്പം സഹകരിച്ച് നിന്ന ആനന്ദൻ എന്ന് പറയുന്ന വ്യക്തിയും അതുപോലെ തന്നെ ബാബു എന്ന് പറയുന്ന അണ്ണനും അങ്ങനെ കുറേ ആൾക്കാർ ഇതിനകത്ത് നീലമ്പി എന്ന് പറയുന്ന അണ്ണൻ, അങ്ങനെ കുറച്ച് ആൾക്കാർ ഇതിനകത്ത് അഹോരാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അവരുടെ എല്ലാം പ്രയത്നഫലമായിട്ടാണ് ഈ കാവ് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് എത്തിയത്. ഇപ്പം ബ്രാഹ്മണരുടെ ഒരു വസ്തുവാണ്. അപ്പം ബ്രാഹ്മണരുടെ കൂട്ടായ്മയുണ്ട്. അപ്പം എല്ലാ അംഗങ്ങളുടെയും ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ ഭാഗമായിട്ട് ഇപ്പൊ കാവിൽ നല്ല നല്ല കാര്യങ്ങൾ, അതായത് അത്രയും ശക്തമായി ഇരുന്ന ഒരു നാഗത്തറയാണ് ഇവിടെ ഉള്ളത്. ഈ നാഗത്തെ പലരും ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയിട്ട് പോലും, ബ്രാഹ്മണർ ഉൾപ്പെടെ ഇവിടുന്ന് കൊണ്ടുപോകാൻ നോക്കിയിട്ട് പോലും ഈ നാഗർ ഇവിടുന്ന് പോയിട്ടില്ല. അത്രമാത്രം ഉഗ്രരൂപിയായ നാഗരാണ് ഇവിടെ ഉള്ളത്. പ്രാർത്ഥിച്ചാൽ ഫലം കണിശമാണ്. പഴയ കാലത്തെ ഈ അനുസരിച്ചാണെങ്കിൽ ഈ ഭയങ്കരമായൊരു കാവാണ്. പിന്നെ 1000 വർഷത്തിൽ പുറത്ത് പഴക്കമുള്ളതാണ്. പിന്നെ വിളിപ്പുറത്ത് കേൾക്കുന്നതാണ്. എനിക്കൊരു അനുഭവം തന്നെ എൻ്റെ കാര്യം അറിയാം. ഇപ്പം തന്നെ എനിക്കൊരു ഓപ്പറേഷൻ വന്നപ്പോൾ ഓപ്പറേഷൻ വേണ്ടെന്ന് പറഞ്ഞു, രക്തം വേണമെന്ന് പറഞ്ഞതാണ്. അങ്ങനെ ആ രക്തം ഇല്ല നമ്മൾ പറഞ്ഞിട്ട് വേണ്ട, ഒരു കുഴപ്പമില്ല. ഇപ്പം ആ കൊച്ചിൻ തള്ളയും ഇവിടുന്ന് പോയിട്ടുണ്ട്, ഒരു കുഴപ്പവും ഇല്ല. ഇപ്പോൾ ഒരുപാട് പേർക്ക് ഇതുപോലെ വന്നിട്ടുണ്ട്. നല്ല നല്ല കാര്യങ്ങൾ ശൈലിൻ്റെ അച്ഛൻ്റെ കാര്യം തന്നെ ആയിട്ടും എല്ലാം കൊണ്ട് ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞതാണ്. അതും മാറിക്കിട്ടി.
വേണമെന്ന് പറഞ്ഞതല്ല, ഇവിടെ വന്ന് നമ്മൾ ഓരോ മനസ്സിൽ സങ്കല്പിച്ച് കഴിഞ്ഞാൽ നടക്കുന്നുണ്ട്. നടക്കുന്നുണ്ട്. അങ്ങനെ ഒരുപാട് അനുഭവങ്ങളുണ്ട്. അനുഭവങ്ങളുണ്ട്. അതിലേതെങ്കിലും 1-2 അനുഭവങ്ങൾ ചേട്ടന് പറയാൻ പറ്റുമോ? എനിക്ക് അനുഭവം ഈ 2 കാര്യങ്ങളോ എൻ്റെ കാര്യങ്ങളോ പറഞ്ഞു. ഞാൻ പറഞ്ഞു എനിക്കിപ്പം കൂടുതലും അല്ല 10 ദിവസമാണ് എണ്ണിപ്പെട്ട 10-12 ദിവസം ആയിട്ടേ ഉള്ളൂ. അതെ വേണ്ട. അപ്പോൾ ഇനിയും ഇതുപോലുള്ള നല്ല വീഡിയോകളുമായി ഞങ്ങൾ നിങ്ങളുടെ മുന്നിൽ വരും. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം, ആ ബെല്ലൈക്കണം ഒന്ന് നോക്കണം. അപ്പോൾ ഇനി അടുത്ത വീഡിയോയുമായി വരുന്നവരെ ബൈ.